ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വേഗത്തിൽ ഒരു സാമ്പാർ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അതിന് ഈ പറഞ്ഞ അനേകം പച്ചക്കറികളൊന്നും ആവശ്യമില്ല. അത്യാവശ്യം പച്ചക്കറികളുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ, വളരെ സമയമില്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് ചെത്തി റെഡിയാക്കാം. കഷ്ണങ്ങളെല്ലാം റെഡിയാക്കാം. ഇത്രയും വലുപ്പെങ്കിലും വെട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. അത് കുറയാതൊക്കെ നോക്കാം. എത്ര പച്ചക്കറികൾ ഉണ്ടെന്ന് പറഞ്ഞാലും സാമ്പാറിന് നല്ലത് തന്നെ. പക്ഷേ നമുക്ക് പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ ഈ പറയുന്ന എല്ലാ പച്ചക്കറികളും വാങ്ങി അടുപ്പിച്ച് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കേണ്ട സമയം കാണത്തില്ല. ചിലപ്പോൾ സാധിക്കത്തുമില്ല. 2-3 ഐറ്റം ഉണ്ടെങ്കിൽ തന്നെ ഒരു സാമ്പാർ റെഡിയായി. ഇച്ചിരി പരിപ്പ് ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം, അതിന് ചേരുവകളും കൂടെ ഉണ്ടെങ്കിൽ സാമ്പാർ റെഡിയായി. ഇന്ന സാധനം വേണം, ഇന്ന സാധനം ഇല്ലല്ലോ എന്ന് കിടന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മൾ സാമ്പാറിന് ചേർക്കുന്ന സാധനങ്ങൾ ഇതാണ്. ഇത് അല്പം കുമ്പളങ്ങ, ചെറിയ പീസ് ഒരു കുമ്പളങ്ങ എടുക്കാം. അതെല്ലാം വൃത്തിയായി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു 2 എണ്ണം ഇതെടുക്കാം, മുരിങ്ങക്കോലുണ്ട്. പിന്നെ കുറച്ച് വെണ്ടയ്ക്കയുണ്ട്, 2 വഴുതനങ്ങ, ഒരു സവോള, ഒരു 3 തക്കാളി. ഇച്ചിരി പച്ച തക്കാളിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അധികം പഴുത്ത് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകില്ല. പിന്നെ കുറച്ച് കോവയ്ക്കുണ്ട്, ഒരു ക്യാരറ്റുണ്ട്, അല്പം വെളുത്തുള്ളിയുണ്ട്, ഒരു 3-4 പച്ചമുളക്. ഇത് മാത്രമേ ഉള്ളൂ. ചെറിയ ഉള്ളി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് റെഡിയായിട്ടുണ്ട്. പിന്നെ പരിപ്പ് നമുക്ക് റെഡിയാക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, അതും കാണിക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ പെട്ടെന്നുണ്ടാക്കുന്ന ഈ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ. ഇത്ര ഇനിയും വേണമെങ്കിൽ ചേർക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. ഒരു സാമ്പാറിന് ഇത്രയൊക്കെ മതി. വേണമെങ്കിൽ കൂടുതൽ നമുക്ക് വേണമെങ്കിൽ ഇനിയും വെറൈറ്റികൾ ഇനിയും ചേർക്കാം. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വെണ്ടയ്ക്ക തക്കാളി റെഡിയായി. ഇത് നമുക്ക് അവസാനം വഴറ്റി ചേർക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം ഉടഞ്ഞു പോകും. കോവയ്ക്ക 4ആയിട്ട് കീറിയിടുകയാണെങ്കിൽ നല്ലത്. എല്ലാം റെഡിയായിട്ടുണ്ട്. ഇതുപോലെ കരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ഉടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി നീളത്തിൽ കിടക്കുമല്ലോ. അപ്പോൾ നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിലെടുക്കാം. അല്പം ഉള്ളിയുടെ, ചെറിയ ഉള്ളി. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു 2 പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ ഇടാം. ഒന്ന് മുങ്ങത്തക്ക രീതിയിൽ, ഇതെല്ലാം ഒന്ന് മുങ്ങത്തക്ക രീതിയിൽ വെള്ളം കൂടെ ഇടാം. ഏകദേശം ഇതിൻ്റെ പരിപാടി ഇപ്പോൾ തുടങ്ങാം. നമുക്ക് 1 വിസിൽ മതി. ഇനി ഓഫ് ചെയ്യാം. അപ്പോൾ 1 വിസിലായല്ലോ. ഇനി ആ സ്റ്റീമിൽ, ആ ആവിയിൽ ആ പരിപ്പിൻ്റെ ഭാഗങ്ങളെല്ലാം കൂടെ ഒന്നുകൂടെ വെന്തോളും. നമുക്ക് അത് ആവി കുറഞ്ഞ് വരട്ടെ, ഡീപ്രഷറൈസ്ഡ് ആവട്ടെ. അപ്പോൾ ബാക്കിയുള്ള കഷ്ണങ്ങളും ഇനി അതിൻ്റെ മസാലകളെല്ലാം നമുക്ക് റെഡി ആകുമ്പോഴത്തേനും ഇതിൻ്റെ ഡീപ്രഷറൈസ്ഡ് ആവും കേട്ടോ. ഇനി നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം.
ഇത് കുക്കറിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വിസിലിന് ഇതെല്ലാം ചെതറി നാശമാവും. അപ്പോൾ ഒരു പാകത്തിനൊക്കെ എടുക്കണമെങ്കിൽ നമുക്കൊന്ന് വഴറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ അവസാനം അതിനകത്തോട്ട് ചേർക്കാം. പിന്നെ അല്പം കൂടെ ഒന്ന് ചൂടായി വേവിക്കാനുണ്ടെന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിയാവും. നമ്മുടെ സാമ്പാറിൻ്റെ ആദ്യത്തെ സെക്ഷനാണ് ഈ പരിപ്പ് കറി. പരിപ്പ് കറി ഒറ്റ വിസിൽ കൊടുത്തു, സാധനം ഭംഗിയായി. ഇനി ഇനി ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ബാക്കി സാമ്പാറിന് കഷ്ണങ്ങളെല്ലാം വേകുമ്പോൾ തന്നെ ഇതിനകത്ത് പാകമായിട്ട് എല്ലാം ശരിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വെണ്ടയ്ക്കയും തക്കാളി ഒന്ന് വഴറ്റി ഏകദേശം റെഡിയായി വരും. അപ്പോൾ നമുക്കിനി കഷ്ണങ്ങളിടാം. ഉരുളക്കിഴങ്ങിട്ടു, കുമ്പളങ്ങ ഇട്ടു, മറ്റു ചേരുവകളുമില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിത് ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ചേർക്കാം. സാമ്പാർ പൊടി 2 സ്പൂൺ ചേർക്കാം. ഒരൽപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി അത്യാവശ്യമാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അല്പം കായം കൂടെ ഒന്ന് ചേർത്തുകളാം. പിന്നെ എണ്ണ ഇതിന് വേണ്ടിയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. കരിയാപ്പിലയും കൂടെ ഇടാം. ഇനി വൃത്തിയായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വാളംപുളി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചേക്കണം. കുറച്ച് ഉപ്പും കൂടെ ഇടാം. ആവശ്യത്തിന് പിന്നീട് നമുക്ക് ചേർക്കാവുന്ന സാമ്പാറിൻ്റെ ചേരുവകളെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി അല്പം താളിച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് അല്പം കൂടെ നോക്കാം. ഇനി നമുക്ക് ഒരു വിസിലടിക്കാം. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ചുവന്ന കൊടുക്കാം. കുറച്ച് കരിയാപ്പില കൊണ്ടിടാം.
ഇനി അല്പം സാമ്പാർ പൊടി കൂടി ഇട്ടേക്കാം. അല്പം മുളക് പൊടി കൂടി ഇട്ടേക്കാം. അല്പം മഞ്ഞൾപ്പൊടി. കഴിഞ്ഞു. നമ്മുടെ താളിക്കൽ കഴിഞ്ഞു. ചെറുതായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആ സാമ്പാറിനകത്തോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേനും ഇന്നത്തെ സാമ്പാർ ഇവിടെ പൂർണ്ണമാവുകയാണ്. സാമ്പാർ ഇവിടെ പൂർണ്ണമായി. എല്ലാ ചേരുവകളും കഴിഞ്ഞു. എല്ലാവർക്കും ഉണ്ടാക്കാം. ഇതിനകത്ത് കൂടുതൽ കഷ്ണങ്ങളൊന്നുമില്ല. എന്നാലും എല്ലാം അരിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ കഷ്ണങ്ങളുണ്ട്. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഏതായാലും ഇവിടെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി.